എന്നാൽ അത് കേട്ടതും ഗ്രാനിയുടെ മുഖമാകെ മാറി. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളും, എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുതെന്ന് ഗ്രാനി റോണിയോട് പറഞ്ഞു. ഗ്രാനിയുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം റോണിയിൽ വളരെയേറെ ഭയമുണ്ടാക്കിയിരുന്നു. അതിനാൽ തന്നെ തന്റെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീ സാധാരണ സ്ത്രീയല്ലെന്ന് റോണിക്ക് സംശയമുണ്ടായി. ആ സമയം റോണി ഗ്രാനിയുടെ ശരിക്കു പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴതിന് മറുപടിയായി ഗ്രാനി, റോണി പള്ളിയിലൊക്കെ പോകാറുണ്ടോ എങ്കിൽ എന്റെ പേര് ധാരാളം കേട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നു. പള്ളിയിൽ സുപരിചിതമായ ഓരോരോ പേരുകൾ റോണി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല എന്ന് തലയാട്ടിക്കൊണ്ട് ഗ്രാനി മറുപടി നൽകുന്നു. പെട്ടെന്ന് കരണ്ട് വരികയും ഗ്രാനി ഉറങ്ങാനായി തന്റെ റൂമിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മുന്നറിയിപ്പെന്നോണം ഗ്രാനി രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നും എന്റെ മുറിയിൽ വന്ന് ശല്യപ്പെടുത്തരുതെന്നും ജനലും വാതിലുമൊക്കെ കുറ്റിയിട്ട് കിടക്കണമെന്നും റോണിയോട് പറയുന്നു. അന്നു രാത്രി ഉറങ്ങാൻ കിടന്ന റോണി എന്തോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്നു. സമയം രാത്രി 12:30 അടുത്തിരുന്നു. എന്താണെന്ന് നോക്കാൻ റോണി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നാൽ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇതേപ്പറ്റി റോണി പിറ്റേന്ന് ഗ്രാനിയോട് ചോദിച്ചപ്പോൾ വീണ്ടും ആ സ്ത്രീയുടെ മുഖഭാവം മാറി.